ദേവാമൃതം. എല്ലാവർക്കും സാദര പ്രണാമങ്ങൾ. കഴിഞ്ഞ ദിവസം നാം മനനം ചെയ്തത് പ്രാപഞ്ചിക വിഷയങ്ങൾ നശിക്കുന്നവയാണ്, എന്നാൽ നശിക്കാതെ നിലനിൽക്കുന്നത്, എല്ലാറ്റിനും സാക്ഷ്യബോധമായി നിലകൊള്ളുന്നത് ആത്മാവ് മാത്രമാണ് എന്നാണ്. ആ ആത്മാവിൻ്റെ സാക്ഷീഭൂതം, അതിൻ്റെ സ്ഥായിയായ അവസ്ഥയെ വീണ്ടും ഭഗവാൻ ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ആത്മോപദേശ ശതകത്തിലൂടെ. അറിവതിനാൽ അവനീ വികാരമുണ്ടെന്നരുളും ഇതോർക്കൽ അസത്യമുള്ളതുറുവി നിരവധിയായി നിലയറ്റു നിൽപ്പതെല്ലാം അറിവിലെഴും പ്രകൃതി സ്വരൂപമാകും. എല്ലാം അറിവിലെഴുന്ന പ്രകൃതി സ്വരൂപങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ പദ്യത്തിൽ പറഞ്ഞ ഉണ്ടായി നിലനിന്ന് ലയിക്കുന്ന ഈ പ്രാപഞ്ചിക വിഷയങ്ങളെല്ലാം തന്നെ അറിവിൽ തന്നെ നിലനിന്ന് അറിവിൽ തന്നെ വിലയം പ്രാപിച്ച് സ്ഥിതി ചെയ്യുന്നവ മാത്രമാണ്. അറിവതിനാൽ അവനീ വികാരമുണ്ടെന്ന് അരുളും ഇതോർക്കിൽ അസത്യമുള്ളതുറുവി. അതായത് ഉറുവി, മണ്ണ് കൊണ്ട് നിർമ്മിച്ച നിരവധി പാത്രങ്ങൾ. ആ പാത്രങ്ങളെ ഓരോന്നിനെയും നാം അറിയുന്നുണ്ട്. ആ അറിവതിനാൽ അവനീ വികാരമുണ്ട്. അവനിയുടെ വികാരങ്ങളാണ്, മണ്ണിൻ്റെ വികാരങ്ങളാണ് പാത്രങ്ങൾ. ഓരോ പാത്രത്തിനും ഓരോ പേരുണ്ട്, രൂപമുണ്ട്. ആ രൂപം വ്യത്യസ്തമാണ്, നാമവും വ്യത്യസ്തമാണ്. നാമവും രൂപവും വ്യത്യസ്തമാണ് എങ്കിലും ആ പാത്രങ്ങളിലെല്ലാം ഉള്ളത് ഉറുവിയാണ്, മണ്ണ് മാത്രമാണ്. അറിവതിനാൽ അവനീ വികാരമുണ്ടെന്നരുളും. നാം ഓരോരുത്തരും ഒറ്റ നോട്ടത്തിൽ ഇതുള്ളതാണ്, അതായത് പാത്രം കുടമുള്ളതാണ്, കലമുള്ളതാണ്, കൂജയുള്ളതാണ് എന്നൊക്കെ പറയും. എന്നാൽ കലമായും കുടമായും കൂജയായും ഉള്ളതിൻ്റെ രൂപങ്ങൾ വ്യത്യാസമാണ്, അതിൻ്റെ പേര് വ്യത്യാസമാണ്. ഇതെല്ലാം ഉടച്ചു കളഞ്ഞാൽ ശേഷിക്കുന്നത് മണ്ണ് മാത്രമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ വെളിപ്പെടുത്തുന്നത് ഉള്ളതുറുവി, ഉള്ളത് മണ്ണ് മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. കലമായും കുടമായും കൂജയായും സ്ഥിതി ചെയ്യുന്ന പദാർത്ഥങ്ങൾ, പാത്രങ്ങൾ എല്ലാം തന്നെ മണ്ണ് മാത്രമാണ്. അതിൽ സംഭവിച്ച വികാരങ്ങൾ മാത്രമാണ് അതിലെ നാമവും രൂപവും. നാമവും രൂപവും വികാരമാണ്. മൃത്തികാത്യേവ സത്യം എന്ന് ചാന്തോക്യോപനിഷത്തിലെ പാഠം നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്. അറിവതിനാൽ അവനീ വികാരമുണ്ടെന്നരുളും ഇതോർക്കിൽ. ഇതിനെ നല്ലവണ്ണം വിചാരണ ചെയ്താൽ അസത്യമാണ്. ഉള്ളത് ഉറുവിയാണ്, മണ്ണ് മാത്രമാണ്. നിരവധിയായി നിലവറ്റ നിൽപ്പതെല്ലാം അറിവിലെഴും പ്രകൃതി സ്വരൂപമാകും. നിരവധിയായി നിൽക്കുന്ന പാത്രങ്ങളെല്ലാം തന്നെ നാമവും രൂപവും എല്ലാമായ പാത്രങ്ങൾ മണ്ണിലടങ്ങി നിൽക്കുന്നത് പോലെ ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അറിവിലെഴുന്ന പ്രകൃതി സ്വരൂപങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നയിക്കണം. ആത്യന്തികമായി ഭഗവാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്: നിങ്ങൾ ഈ പ്രാപഞ്ചികമായ വിഷയങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ വിഷയങ്ങളല്ല സത്യം. ഈ വിഷയങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്ന ആത്മാവ് മാത്രമാണ് സത്യം. ഈ ആത്മാവിനെയാണ് പ്രാപിക്കേണ്ടത്. എല്ലാറ്റിനും നിലനിൽക്കുന്നത്, എല്ലാം വിലയം പ്രാപിക്കുന്നത് ആത്മാവിൽ മാത്രമാണ്. ആത്മാവിൻ്റെ യഥാർത്ഥമായ സ്വരൂപം സത്ത്, ചിത്ത്, ആനന്ദം, സച്ചിദാനന്ദമാണ്. ആ സച്ചിദാനന്ദമായ ആത്മാവ് മാത്രമാണ് മൂന്ന് കാലത്തും നിലകൊള്ളുന്നത്. സത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് കാലത്തും യാതൊരു മാറ്റവും കൂടാതെ നിലകൊള്ളുന്ന യാതൊന്നുണ്ടോ അതാണ് സത്ത്. ചിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനമാണ്. സത്തും ചിത്തും ചേർന്ന് നിൽക്കുന്നതാണ് ആനന്ദം. ആ സച്ചിദാനന്ദമാണ്. പ്രാപഞ്ചികമായ ജീവിതത്തിൽ വ്യവഹാരങ്ങൾക്കതീതമായി ആ സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവിൽ മനസ്സിനെ ലയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ
പാരമാർത്ഥികമായ വഴി തെളിഞ്ഞു കിട്ടും. ഇതാണ് ഭഗവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് മംഗളങ്ങൾ നേരുന്നു. നമോ വാഗ. ദേവാമൃതം